ദേവസ്വം ബോർഡിൽ മുൻ മന്ത്രി കെ രാജു CPI പ്രതിനിധിയാകും. വിളപ്പിൽ രാധാകൃഷ്ണൻ അംഗമാക്കാനായിരുന്നു CPI ആദ്യം തീരുമാനിച്ചിരുന്നത്. സുനൈസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, എങ്ങനെയാണ് വിളപ്പിൽ നിന്ന് കെ രാജുവിലേക്ക് എത്തുന്നത്? സൈഫുദ്ദീൻ, കഴിഞ്ഞ ദിവസം ചേർന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് വിളപ്പിൽ രാധാകൃഷ്ണനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി തീരുമാനിച്ചത്. അതിന് പിന്നാലെയാണ് പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ ജയകുമാർ എത്തുന്നത്. അദ്ദേഹം എത്തിയതോടുകൂടി ഈ സാമുദായിക സമവാക്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം രണ്ടുപേരും ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഇതോടുകൂടിയാണ് നിലവിൽ വിളപ്പിൽ രാധാകൃഷ്ണന്റെ പേര് മാറ്റം വരുത്തണമെന്ന ആവശ്യം CPI നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആദ്യം ഇതിന് വഴങ്ങാൻ CPI തയ്യാറായില്ല. CPIയുടെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചാണ് അതിൽ മാറ്റം ഉണ്ടാവില്ല എന്ന നിലപാടായിരുന്നു ആദ്യം CPI സ്വീകരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഫോണിൽ സംസാരിക്കുകയും നിലവിലെ ഒരു സാഹചര്യത്തിൽ ചില സാമുദായിക സന്തുലിത അവസ്ഥ കൂടി പരിഗണിക്കേണ്ടതുണ്ട്, ആ സാഹചര്യത്തിൽ പുതിയൊരാളെ നിയമിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CPI പിന്നീട് ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവുന്നത്. തൊട്ടു പിന്നാലെയാണ് കെ രാജുവിനെ CPIയുടെ പ്രതിനിധിയായി നിശ്ചയിക്കുന്നത്. കെ രാജു നേരത്തെ വനമന്ത്രിയായിരുന്ന ആളാണ്, 3 തവണ നിയമസഭയിലേക്ക് എത്തിയ ആളാണ്. അങ്ങനെ രാജുവിലേക്ക് ഒടുവിൽ എത്തിച്ചേരുകയായിരുന്നു. എന്തായാലും കെ രാജുവിന്റെ പേര് ഔദ്യോഗികമായി തന്നെ CPI ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ഇതിപ്പോൾ അന്തിമ തീരുമാനമായോ സുനിൽ? അല്ല, ഇനിയും വീണ്ടും മാറ്റം വരുമെന്ന് കരുതാമോ? ഇനി ഇക്കാര്യത്തിൽ മാറ്റം ഉണ്ടാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CPI ഇക്കാര്യത്തിൽ അവരുടെ പ്രതിനിധിയെ നിശ്ചയിച്ചതാണ്. പക്ഷേ അതിനിടയിലാണ് ജയകുമാർ അപ്രതീക്ഷിതമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സാമുദായിക വിഷയങ്ങൾ ഉണ്ടാവും അതിനകത്ത്. അതായത് രണ്ടുപേരും ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു മാറ്റം എന്നൊരു ആവശ്യം CPIയോട് ആവശ്യപ്പെടുന്നത്. അത് പരിഗണിച്ചുകൊണ്ടാണ് പുതിയ ആളെ ഇപ്പോൾ നോമിനേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി വരാനിരിക്കുന്നത്. ശരി, അപ്പോൾ കെ രാജു ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ CPI പ്രതിനിധി. വിളപ്പിൽ രാധാകൃഷ്ണനായിരിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം, എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ വരെ മാധ്യമങ്ങളൊക്കെ നൽകിയിരുന്നത്. പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. കെ രാജു ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ CPI പ്രതിനിധിയായി വരിക.